ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് ഒരു വരണേ ഇജ്ജ് വെറുതെ നാട്ടിക്കാൻ പറഞ്ഞേക്ക് ഇജ്ജ് എന്തിനാ തടണേ? എന്താ എന്റെ തടയാനുള്ള ഉദ്ദേശം എന്താണ്? ഇത് നാട്ടു നടപ്പല്ല ആൾക്കറിയാം, പക്ഷെ ഓരോ സാഹചര്യം അതാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ഒരുപ്പം കൂടെ വരണ്ടേ. അയച്ചു മനസ്സിലാക്കിയോ? വെറുതെ വേഷം കെട്ടണേ കരുത്. അതന്നെയാണ് നിങ്ങളോട് ഞാൻ പറയണത്. നമ്മൾ കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്ത് വേറൊരു കുടുംബത്തിന് എങ്ങനെ താമസിക്കാൻ പറ്റും? ഇത് വേറെ ഏതെങ്കിലും ഒരു കുടുംബാണോ? വാസുട്ടിയും കുടുംബം സ്വാതന്ത്ര്യമായിട്ട് നിക്കണ്ടേ? അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇപ്പൊ തൽക്കാലം നിക്കാൻ സ്ഥലമില്ല. ഞാൻ ഇവിടെ പല സ്ഥലങ്ങളും അന്വേഷിച്ച് എന്നിട്ട് കിട്ടാണ്ടാണ് പോരെങ്കിൽ ഞാൻ വിളിക്കണേ. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഇത് നടക്കണ കാര്യമല്ല. വാടകയ്ക്ക് ഒരു വീടെടുക്ക്. അതന്നെയാണ് വാടകയ്ക്ക് വീടെടുത്ത് കിട്ടേണ്ട എന്ത് വർത്താനാണ് ഈ പറയണേ? നിങ്ങൾ വെറുതെ കിടന്ന് ഒച്ചെടുത്തിട്ട് കാര്യമില്ലേ? ഈ നിക്കുന്ന അരി ഇന്ത്യ കെട്ടികൾ അല്ലേ? അപ്പൊ ആ നിക്കുന്നതോ? അല്ലല്ല, അങ്ങനെ പറഞ്ഞല്ല. ഈ നിക്കുന്ന ആത്മസുഹൃത്താണ് ആ വാസുട്ടേട്ടൻ. വാസുട്ടേട്ടൻ ഒരു ആപത്ത് വരുമ്പോ സഹായിക്കേണ്ട എന്റെ ഇക്ക. നമ്മൾ വലിയൊരു വീടല്ലേ, അതിന്റെ വയ്യപ്പുറത്ത് അവർ താമസിച്ചോട്ടെ. ചോറും ചായന്ന് കൊടുക്കണ്ടതാ. പാത്രവും കാലും എല്ലാം എടുത്തിട്ടാ വന്നിനി. അന്നോട് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിനി. അതുകൊണ്ടല്ലേ പറയുന്നു. ഇന്ത്യ വാപ്പാന്റെ കടയിൽ ജോലി എടുക്കണാണ്. ആ ബലത്തിലല്ലേ ഇവിടെ നിക്കുന്ന തന്നെ. ഇനി എന്തൊക്കെ പറഞ്ഞ എന്റെ മുട്ടുംകാലിൽ ഞാൻ തല്ലുപിടിക്കൂ. അവിടെ പോയി വർത്താനം പറഞ്ഞ കാര്യമില്ല. നീ ചൂടാവാതെ ഒരു 2 ആഴ്ചത്തെ കാര്യമില്ലേ? ഒരു വീട് കിട്ടുന്നവരെ നീ ഒന്ന് സമ്മതിക്കേ. എന്നാ പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. എന്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകില്ലേ? ഇവിടെ ഒരു ഔട്ട് ഹൗസ് ആണെങ്കിൽ വെറുതെ കിടക്കുക. എന്താണ് ഈ പറയുന്നത്? വേറെ കുടുംബത്തിന് ഇവിടെ താമസിപ്പിക്കാൻ കാര്യം മനസ്സിലാക്കും. അത് കേട്ട ഉടനെ അവിടെ പോയി താമസിക്കാന്ന് പറഞ്ഞവനാണ് ആ ജോസ്. ഞാനാണ് പറഞ്ഞേ. എന്താണെന്ന് എനിക്ക് ഓനെ ഈ കച്ചവടത്തിൽ വലിച്ചഴിച്ച് ഞാനാണ്. അതിന്റെ പേരിലാണ് ഓന്റെ കുടുംബം ഇപ്പൊ ജപ്തിയായിട്ട് ഇപ്പൊ തെരുവിൽക്കാൻ കേൾക്കണേ. എന്നിട്ട് ഓന്റെ കൊടുക്ക് പറഞ്ഞു വിടണേ. ഞാൻ എന്തിനാ പിന്നെ ജീവിച്ചിരിക്കണേ? വാസുട്ടേട്ടാ, നിങ്ങളോട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയണേ. നിങ്ങൾക്ക് അറിയില്ല, മൂപ്പര് സകല തോന്നിയാസത്തിന് കൂട്ടുന്ന ആളാണ് ഞാൻ. എന്റെ സ്വർണം മുഴുവൻ കൊണ്ട കളഞ്ഞു, സകല സ്വത്തുക്കളും വിറ്റളഞ്ഞു. ഇനി എന്റെ വാപ്പ തന്ന ഈ വീടും ആ കടയും മാത്രമേ ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അല്ല, എന്തർത്ഥത്തിലാ ഞാൻ എന്നോട് തോന്നിയാസം കാട്ടിന്ന് പറഞ്ഞേ? എന്ത് തോന്നിയാസം എന്നോട് ഞാൻ കാട്ടിയേക്കണേ? ഞാൻ നേരം പറ്റ 5 മിഷൻ അടിച്ചിട്ട് അന്നം കുട്ടീനും പോറ്റണതോ? അതോ ഞാൻ കാട്ടി തോന്നിയാച്ചോ? അതാണ് പറയുന്നത്. എന്റെ വാപ്പ തന്ന സ്വത്തായതുകൊണ്ടല്ലേ? എടി എന്റെ സ്വത്ത് മാത്രം അടിച്ച് വിറ്റുപെട താമസിച്ചോട്ടോ. അവിടെ ഇരിക്കാൻ ഞാനില്ല. എന്ത് ജാതി വർത്താനം ഇപ്പൊ പറഞ്ഞിണ്ടാക്കിയത്? ഓരോ ഇവിടെ ഒന്ന് പാർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇജാതി വർത്താനം പറഞ്ഞേ. തോന്നിയാസം കേട്ടനാളാ ഞാന്. ഇത് ശരിയല്ലോ. അയ്യോ മനസ്സിലായിക്കോ. പടച്ചോണ്ട് ഈ പറയണ സ്വത്തൊക്കെ ഉണ്ടല്ലോ, ഒരു മഴവെള്ളത്തിൽ അവിടെ ഒഴിച്ചു പോകാനല്ലോ. അറിയാലോ നാട്ടിലത്തെ സ്ഥിതിയാണ്. അയച്ച മനസ്സിലായിക്കോട്ടോ. അങ്ങനെ പറഞ്ഞ പോയി പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോ നീക്കോ ശരി. നമുക്കൊന്നും വേണ്ട, നമുക്കെല്ലാം കത്തിച്ചാളയാ. ഇതിപ്പോ അവസാന ഘട്ടത്തിൽ ഞാൻ ചോദിക്കാണ്. ദിക്കിന്റെ മാനം കാക്കേണ്ട കാര്യമാണ്. ഓനിവിടെ തന്നെ താമസിക്കണ്ടേ? ആ നിക്കണ അമ്മയല്ലെന്ന് എനിക്കറിയില്ലേ? ഇക്കും കൂടി പാലൊന്ന് വളർത്തി അമ്മയാണാ നിക്കണേ. അത് തെരുവിൽക്കിറങ്ങുമ്പോൾ ആർക്കും ഒന്നും തോന്നണില്ലേ? ഞാനോ വഴിയാതാരെ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വഴക്കടിക്കേണ്ട കാര്യമില്ല. അവളെ വിളിച്ചോണ്ട് പോ. നീ പോ, വിളിച്ചോണ്ടോ അത് മതി. എന്താ പറയുന്നത് വാസുട്ടി? അത് മതി. എവിടേക്ക് പോവാന്? കണ്ട നേരം അന്വേഷിക്കൊരു പറയിട്ടില്ല. മക്കളെ, ഞങ്ങള് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. വാസുട്ടി, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. കേട്ടോ, അവര് പറഞ്ഞു കേട്ടോ. ഉമ്മയുടെ സ്ഥാനത്തുള്ളതാണ് അവര് പറഞ്ഞു കേട്ടോ. ഒരു തെരുവിലേക്ക് വിടണം. എനിക്ക് ഇതാണ് നിങ്ങൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ പരിഹരിക്കാൻ ഞാൻ വേണം. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ എന്റെ നെഞ്ചത്തേക്ക് കയറും. നിങ്ങൾ എന്ത് ചായക്കോ? നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ മാത്രമല്ലേ ഇപ്പൊ ചീത്തയുള്ളൂ. നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നല്ല ആൾക്കാരല്ലേ? നിങ്ങളൊക്കെ മനുഷ്യ സ്ത്രീകള്. എന്താ ചായക്കോ? നിങ്ങളെന്താ ചായക്കോ? അങ്ങനെ തെരുവിൽ പോയി കിടന്നിട്ട് ഇക്ക് ഇവിടെ താമസിക്കണ്ട. എടുക്കോണ്ടി കേട്ടല്ലേ? പിന്നെ
അത് കേറി അയക്കടാ, കേറി അയ്. ശരി